കൊടും കാടുകളിൽ മാത്രമേ വന്യജീവികൾ ഉള്ളൂ എന്ന് നമ്മളിൽ ചിലരെങ്കിലും വിചാരിച്ചു കാണില്ലേ? എന്നാൽ പരന്നു കിടക്കുന്ന പുൽമേടുകളിലും ഈ കാടുകളിൽ കാണാൻ കഴിയാത്ത പല ജീവജാലങ്ങളുമുണ്ട്. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ, എന്നാൽ പട്ടണത്തിൽ നിന്ന് 100 കിലോമീറ്റർ മാറി ബിഗ്വാൻ എന്നൊരു കൊച്ചു ഗ്രാമം. കൃഷിയും മത്സ്യബന്ധനവുമാണ് അവിടെയുള്ളവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. നോക്കത്താ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന പുൽമേടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ കാടുകളിൽ കാണാൻ കഴിയാത്ത പല മൃഗങ്ങളുടെയും ദൃശ്യങ്ങൾ എടുക്കാൻ സാധിച്ചു. പുൽമേടുകളും ഒരുതരം കാട് തന്നെയാണ്, അല്ലെങ്കിൽ കാടിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആവാസ വ്യവസ്ഥ വ്യത്യാസമുള്ളത് കൊണ്ട് കാണുന്ന മൃഗങ്ങളും വേറെ തന്നെയാണ്. ഈ കാണുന്നത് നമ്മൾ കഴുതപ്പുലി എന്ന് വിളിക്കാറുള്ള ഇന്ത്യൻ സ്ട്രൈപ്ഡ് ഹൈനയാണ്. ലോകത്ത് പലതരം കഴുതപ്പുലി ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ഈ ഒന്നിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെയുള്ള ഗ്രാമങ്ങളിൽ ചത്തുപോകുന്ന കന്നുകാലികളും പിന്നെ കോഴി വേസ്റ്റുമെല്ലാമാണ് ഇവരുടെ പ്രധാന ആഹാരം. നമ്മുടെ കഴുകിനെല്ലാം പോലെ ഇവരും സ്കാവഞ്ചേഴ്സ് ആണ്. അതായത് ചത്തതും അഴുകിയതുമായിട്ടുള്ള മാംസങ്ങളെല്ലാം ഭക്ഷിച്ച് ആവാസ വ്യവസ്ഥയെ ആ രീതിയിൽ നിലനിർത്താൻ ഇവർ നല്ല രീതിയിൽ സഹായിക്കുന്നു. അവിടെയുള്ള ചെന്നായ്ക്കൾ കൊന്നിടുന്ന മാനുകളുടെ അവശിഷ്ടങ്ങളും ഇവർ കഴിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിലെല്ലാം അവിടെയുള്ള മാനിനെയും ആടിനെയും എല്ലാം വേട്ടയാടി ഇവർ ആഹാരമാക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ച നേരിട്ട് കണ്ടിട്ടേ ഇല്ല എന്നാണ് അവിടെയുള്ള ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഇവരുടെ മുൻകാലുകൾ പിൻകാലുകളെ അപേക്ഷിച്ച് നീട്ടം കൂടുതലാണ്. ഇവരുടെ ഓട്ടമെല്ലാം കണ്ടപ്പോൾ അതിവേഗം ഓടി അവിടെയുള്ള മാനുകളെ പിടിക്കാൻ മാത്രമുള്ള കായികക്ഷമത ഇവർക്കില്ല എന്ന് എനിക്കും തോന്നി. പക്ഷെ അത്ര നിസാരക്കാരൊന്നുമല്ല ഇവര്. പലപ്പോഴും സിംഹവും കടുവയെല്ലാം കഷ്ടപ്പെട്ട് പിടിച്ച ഇരയെ ഇവർ കട്ടെടുത്തിട്ട് പോകാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ചെറുത്ത് നിൽക്കാൻ പാകത്തിന് ശക്തിയും ധൈര്യവും എല്ലാം ഇവർക്കുമുണ്ട്. എല്ലുകളെല്ലാം കടിച്ച് തവിട് പൊടിയാക്കാൻ കഴിവുള്ള ഒരുതരം ബോൺ ക്രാക്കിംഗ് ഹൈനേഴ്സ് ആണ് കേട്ടോ ഇവർ. ആ പുറകെ കാണുന്നത് അവരുടെ ഗുഹയാണ്. കേരളത്തിലെ കാടുകളിൽ ഇത് പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് ആധികാരികമായി തെളിവുകളൊന്നുമില്ല. പക്ഷെ തമിഴ്നാട്ടിലെ സത്യമംഗലത്തും മസനഗുഡിയിലുമെല്ലാം ഇവർ ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കാടുകളിൽ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ജീവിയെയും കാണാൻ പറ്റി. 2013 എങ്ങാണ്ടാണ് ഇതിനെ പെരിയാർ കടുവ സങ്കേതത്തിൽ വെച്ച് അവസാനമായി കണ്ടു എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യൻ ചക്കാളിനെയാണ് പലയിടത്തും കുറുക്കൻ എന്ന് പറയാറുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫോക്സ് ആണ്. ബംഗാൾ ഫോക്സ് എന്ന് വിളിക്കാറുള്ള ഇവർ ഒരു പോമറേനിയൻ പട്ടിയോളം മാത്രമേ വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തിൽ ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല കേട്ടോ. വരണ്ട കാടുകളിലും പുൽമേടുകളിലും കാണാറുള്ള ഇവയെ ചിലപ്പോൾ നമ്മുടെ പാലക്കാടിന്റെയും ഇടുക്കിയുടെയും അല്ലെങ്കിൽ കാസർഗോഡിന്റെ എല്ലാം അതിർത്തികളിലുള്ള വരണ്ട പ്രദേശങ്ങളിൽ കാണാനൊരു സാധ്യതയുണ്ട്. ആളുകളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കാറുള്ള പ്രകൃതക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ കണ്ടുകിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ആളും ഗുഹയിൽ തന്നെയാണ് താമസിക്കാറ്. താഴെ നോക്കിയാൽ ആ ഗുഹ കാണാൻ പറ്റും. ഇനി അവിടെ ധാരാളമായി കാണാൻ സാധിക്കുന്നത് നമ്മുടെ കാടുകളിൽ ഇല്ലാത്ത ഈ മാൻവർഗമാണ്. ഇതിനെ ചിങ്കാര അല്ലെങ്കിൽ ഇന്ത്യൻ ഗസൽ എന്നാണ് വിളിക്കാറ്. നമ്മളെ കണ്ടുടനെ ഇത് ഒറ്റ ഓട്ടമാണ്. ഈ മാനുകൾ ഇന്ത്യയിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഈ കാണുന്ന മാൻകൂട്ടമെല്ലാം പെറ്റ് പെരുകാതിരിക്കാനായി ഒരു ഇരപിടിയൻ കൂടി അവിടെ ഉണ്ട്. അത് ഈ കാണുന്ന നമ്മുടെ കാടുകളിൽ ഇല്ലാത്ത ചെന്നായക്കളാണ്. നമ്മൾ ചെന്നായക്കൾ എന്ന് പ്രാദേശികമായി വിളിക്കാറുള്ളത് ഈ കാണുന്ന കാട്ടുനായക്കളെയാണ്. പക്ഷെ ഇത് ഇന്ത്യൻ ഗ്രേ വൂൾഫ് എന്ന് പറഞ്ഞ സാക്ഷാൽ ചെന്നായയാണ് കേട്ടോ. പൊതുവെ ചെന്നായക്കൾ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് എല്ലാവരും കാണാറ്. ആട്ടും തോലിട്ട ചെന്നായ എന്നെല്ലാം കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണോ അതോ അവിടുത്തെ ആടുകളെല്ലാം പിടിച്ച് ആഹാരമാക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അവിടുത്തെ നാട്ടുകാർക്ക് ഈ ചെന്നായ്ക്കളെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവിടെയുള്ള നാടൻ പട്ടികളായിട്ടുള്ള ഇടപഴകൽ കാരണം കുറെ എണ്ണം പേയ് പിടിച്ച് ചത്തുപോയി. അങ്ങനെ 8ഓളം ഉണ്ടായിരുന്ന ചെന്നായി കൂട്ടത്തിൽ ഇപ്പൊ ആകെ 2 മാത്രമേ ബാക്കിയുള്ളൂ. ഈ ബാക്കിയുള്ള ചെന്നായ്ക്കൾ ചത്തുപോയി കഴിഞ്ഞാൽ അവിടെയുള്ള മാനുകൾ പെറ്റ് പെരുകില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തൊട്ടടുത്തുള്ള പുൽമേടുകളിലും ചെന്നായ്ക്കൾ ഉണ്ടെന്നും അവ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നും ഗൈഡ് നമ്മളോട് പറഞ്ഞു. ഒരു ഇരപിടിയൻ ഒരു ആവാസ വ്യവസ്ഥയുടെ നട്ടല് തന്നെയാണ് കേട്ടോ. ഈ ചെന്നായ്ക്കളോടുള്ള വെറുപ്പ് ലോകമെമ്പാടുമുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ എന്ന സ്ഥലത്ത് ചെന്നായ്ക്കളെ അവർ കൂട്ടത്തോടെ കൊന്നിരുന്നു. എന്നിട്ട് ആ കാടും ആവാസ വ്യവസ്ഥയും നശിച്ചു പോയതിനെ തുടർന്ന് വീണ്ടും ചെന്നായ്ക്കളെ അവർ അവിടെ പുനരവതരിപ്പിച്ചു. അങ്ങനെയാണ് അവർ ആ കാടിനെ തിരിച്ചു കൊണ്ടുവന്നത്. എന്തായാലും ആ പുൽമേടുകളിൽ നിന്നും ട്ടുള്ള മൃഗങ്ങളുടെ ദൃശ്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. അതേപോലെ ഈ പുൽമേടുകളിൽ വന്നിട്ടുള്ള ഇരപിടിയും പക്ഷികളുടെയും മൂങ്ങയുടെയും കഥയുമായി വീണ്ടും വരുന്നതായിരിക്കും. താല്പര്യമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ.